അതായത് പലതരം മരുന്നുകൾ അതിൽ ഹാർട്ടിന് കൊടുക്കുന്ന ഒരു അമിയോഡറോൺ അത് ഈ ഹാർട്ടിൻ്റെ ഇറഗുലാരിറ്റി പെട്ടെന്ന് ഇങ്ങനെ ഇറഗുലർ ബീറ്റ്സ് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസിന് വേണ്ടി കൊടുക്കുന്ന ഒരു അമിയോഡറോൺ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതിൽ വെരി ഹൈ കണ്ടന്റ് ഓഫ് അയഡിൻ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ലോങ് ടൈം എടുക്കുമ്പോഴേക്കും ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് അതായത് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് വരുന്നു. അതുപോലെ പലതരം ക്യാൻസർ മെഡിസിൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇമ്മ്യൂണോതെറാപ്പിയിലൊക്കെ ഉപയോഗിക്കുന്ന ക്യാൻസർ മെഡിസിൻസ് ഉണ്ട്. അത് ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് തൈറോയിഡിനെ ബാധിക്കാം. പിന്നെ ഈ സൈക്കാട്രിക് ഡിസീസിൽ ഉപയോഗിക്കുന്ന ലിത്തിയം എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ടാബ്ലറ്റ് ഉണ്ട്. ഈവൻ നമ്മൾ കഴിക്കുന്ന മെറ്റ്ഫോമിൻ പോലും നമ്മളുടെ ഈ തൈറോയ്ഡ് ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മരുന്നാണ് മെറ്റ്ഫോമിൻ. ഡയബറ്റീസിനും മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണിപ്പം. അപ്പോൾ ഈ മെറ്റ്ഫോമിൻ കഴിക്കുന്നവർക്കും ഈ തൈറോയ്ഡ് ഫംഗ്ഷനെ അത് നെഗറ്റീവ്ലിയും പോസിറ്റീവ്ലിയും അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് അമിയോഡറോൺ, ലിത്തിയം, പിന്നെ ഈ ഇമ്മ്യൂണോതെറാപ്പി മെഡിക്കേഷൻസ് ഒക്കെയാണ്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. ഇപ്പം എല്ലാം നമ്മളുടെ എന്താ വിരൽത്തുമ്പിലുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എല്ലാം കിട്ടും. അപ്പം നമ്മൾ അതിന് ഇലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം പല മരുന്നുകളും എഫക്റ്റ് ചെയ്യും. അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളും കൂടെ ചെക്ക് ചെയ്യണം. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.